ഹലോ. ഇന്ന് നമ്മൾ ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. അതെ. MA സൈക്കോളജി വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ശരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ പഠനസാമഗ്രികളിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ഓർക്കുന്നുണ്ടോ? അതിലെ പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവിംഗ്. അതിന്റെ തിയറിറ്റിക്കൽ അപ്രോച്ചസ്. അതെ, സൈദ്ധാന്തിക സമീപനങ്ങൾ. അതാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. ഈ ചിന്താരീതികൾ കാലക്രമേണ എങ്ങനെയാണ് രൂപപ്പെട്ടത്, പിന്നെ ഓരോന്നും പ്രശ്നപരിഹാരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. പ്രശ്നപരിഹാരം എന്നത് അത് വളരെ സങ്കീർണമായ ഒരു മാനസിക പ്രക്രിയയാണല്ലോ. അതെ. അപ്പോ അതിനെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പല ചിന്താധാരകൾ. അതാണ് ഈ സമീപനങ്ങൾ. ശരിയാണ്. ഓരോന്നിനും അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്, സംഭാവനകളുമുണ്ട്. അതെ. അപ്പോ നമുക്ക് ഏറ്റവും ആദ്യത്തെ ഒരു സമീപനത്തിൽ നിന്ന് തുടങ്ങാം. ഈ പരമ്പരാഗത രീതി, ട്രഡീഷണൽ അപ്രോച്ച്. ഓക്കെ. ഇത് പ്രധാനമായും നമ്മുടെ മുൻപത്തെ അനുഭവങ്ങള്, പഠനം, അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണല്ലോ അല്ലേ? ഒരുതരം ശീലം പോലെ. ശരിയാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ പ്രശ്നപരിഹാരം എന്നത് ശരിക്കും അസോസിയേറ്റീവ് ലേണിംഗ് ആണ്. അസോസിയേറ്റീവ് ലേണിംഗ്. അതായത് മുൻപ് പഠിച്ച ചില കാര്യങ്ങൾ, ഉത്തേജക പ്രതികരണ ബന്ധങ്ങൾ എന്ന് പറയും, സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻസ്. SR ബന്ധങ്ങൾ. അതെ. അതുപയോഗിച്ച് പുതിയ പ്രശ്നങ്ങളെ നേരിടാൻ ശ്രമിക്കുന്നു. ഒരു പ്രത്യേക സ്റ്റിമുലസ് വരുമ്പോൾ നമ്മൾ പഠിച്ചുവെച്ച ഒരു റെസ്പോൺസ് കൊടുക്കുന്നു. ഇത് വിജയിച്ചാൽ, അതായത് സക്സസ് കിട്ടിയാൽ, ആ ബന്ധം കുറച്ചും കൂടി ശക്തമാകും. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ഓക്കെ. ഇനി അത് പരാജയപ്പെട്ടാലോ, ഫെയിലിയർ ആണെങ്കിൽ, ആ ബന്ധം പതിയെ ദുർബലമാകും. എക്സ്റ്റിങ്ഷൻ. ഇതൊരു തരം ട്രയൽ ആൻഡ് എറർ രീതി പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ ലളിതമായ പ്രശ്നങ്ങൾക്ക് ഇത് മടിയായിരിക്കും അല്ലേ? ഒരു പരിധിവരെ. പക്ഷേ മനുഷ്യന്റെ കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നങ്ങള്, അതൊക്കെ വിശദീകരിക്കാൻ ഈ SR ബന്ധങ്ങൾക്ക് ചില പരിമിതികളില്ലേ? തീർച്ചയായുമുണ്ട്. അവിടെയല്ലേ, ആ ഒരു പോയിന്റിലല്ലേ അടുത്ത ചിന്താധാരയുടെ ഒരു പ്രസക്തി വരുന്നത്? ഗെസ്റ്റാൾട്ട്. കൃത്യമാണ്. അപ്പോഴാണ് ഗെസ്റ്റാൽ സൈക്കോളജിസ്റ്റുകൾ വരുന്നത്. അവർ ഈ പഴയകാല ബന്ധങ്ങളെക്കാൾ ആ പ്രശ്നസന്ദർഭമില്ലേ, അതിന്റെ ഒരു ഘടനയ്ക്ക്, സ്ട്രക്ചറിന് പ്രാധാന്യം കൊടുത്തു. ഘടനയ്ക്ക്? അതെ. പ്രശ്നത്തെ എങ്ങനെ മൊത്തത്തിൽ ആസ് എ ഹോൾ കാണുന്നു, അതിലെ ഘടകങ്ങളെ എങ്ങനെ പുനഃക്രമീകരിച്ചു പരിഹാരം കണ്ടെത്താം എന്നതിലായിരുന്നു അവരുടെ പ്രധാന ശ്രദ്ധ. ഇത് കേൾക്കുമ്പോഴെനിക്ക് കോഹ്ലറുടെ ആ ചിമ്പാൻസി പരീക്ഷണങ്ങൾ ഓർമ്മ വരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പഴം കിട്ടാനായിട്ട് പെട്ടെന്ന് ബോക്സുകൾ അടുക്കി വെക്കുന്നത്, പിന്നെ വടികൾ കൂട്ടിച്ചേർക്കുന്നത്, ഇതൊക്കെ ഈ പുനഃക്രമീകരണത്തിന് നല്ല ഉദാഹരണങ്ങളാണല്ലോ. അതെ. ഇത് വെറും ട്രയൽ ആൻഡ് എറർ അല്ലല്ലോ. അവിടെ ഒരു ഉൾക്കാഴ്ച, ഇൻസൈറ്റ് പോലെ എന്തോ ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതെ. ആഹാ നിമിഷം. അതാണ്. ഒരുപാട് തെറ്റായ ശ്രമങ്ങളൊക്കെ നടത്തി പിന്നെ പെട്ടെന്ന് ആ പരിഹാരം മനസ്സിൽ തെളിയുന്നത്. വെർധൈമർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം 2 തരം ചിന്തകളെപ്പറ്റി പറഞ്ഞു. ഒന്ന് റീപ്രൊഡ്യൂസീവ് തിങ്കിങ്. റീപ്രൊഡ്യൂസീവ്. അതായത് പഴയ നമ്മൾ പരീക്ഷിച്ചു വിജയിച്ച വഴികൾ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത്. മറ്റേത് പ്രൊഡക്റ്റീവ് തിങ്കിങ്. ഇവിടെയാണ് ഉൾക്കാഴ്ചയും ക്രിയാത്മകതയും ഒക്കെ വരുന്നത്. പ്രശ്നത്തെ പുതിയൊരു രീതിയിൽ കാണുക, പുതിയൊരു പരിഹാരം കണ്ടെത്തുക. ശരിയാണ്. നമ്മൾ ഒരാളോട് ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊന്ന് ഈ രീതിയിൽ ചിന്തിച്ചു നോക്കൂ എന്ന് പറയാറില്ലേ? പറയാറുണ്ട്. അത് ഒരു തരത്തിൽ ഈ ഗെസ്റ്റാൾട്ട് തത്വം തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? പുതിയൊരു കാഴ്ചപ്പാട് കൊടുക്കുക. അതെ. ആ പ്രശ്നത്തിന്റെ ഘടനയെ മാറ്റി ചിന്തിക്കാൻ സഹായിക്കുകയാണ്. ഇത് പ്രശ്നപരിഹാരത്തെ തീർച്ചയായും മറ്റൊരു തലത്തിൽ കാണാൻ സഹായിച്ചു. ശരി. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട സമീപനത്തിലേക്ക് വരാം. മൂന്നാമത്തത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സിമുലേഷൻ അപ്രോച്ച്. ഇത് കുറച്ചുകൂടി ആധുനികമാണെന്ന് പറയാം. ഇവിടെ മനുഷ്യന്റെ ചിന്താരീതികളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അല്ലേ? അതെ. ഈ സമീപനം നമ്മുടെ മനസ്സിനെ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സറായിട്ടാണ് കാണുന്നത്. ഒരു കമ്പ്യൂട്ടർ പോലെ വിവരങ്ങൾ സ്വീകരിക്കുന്നു, അതിനെ വിശകലനം ചെയ്യുന്നു, അതിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഓപ്പറേറ്റ് ഓൺ, മോഡിഫൈ, ട്രാൻസ്ഫോം എന്നൊക്കെ പറയും. എന്നിട്ടത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു, ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്നു. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെയാണ് പ്രശ്നപരിഹാരം നടക്കുന്നത് എന്നാണ് ഈ ഒരു കാഴ്ചപ്പാട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണല്ലോ ന്യൂവൽ, ഷോ, സൈമൺ എന്നിവരുണ്ടാക്കിയ ജനറൽ പ്രോബ്ലം സോൾവർ, GPS. അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. GPS. അതെ. അതിലൊരു പ്രധാന ആശയമാണ് പ്രോബ്ലം സ്പേസ്. അതെ. അതെന്താണ്? പ്രോബ്ലം സ്പേസ് എന്നത്
ശരിക്കും പറഞ്ഞാൽ പ്രശ്നത്തിന്റെ ഒരു തരം ഭൂപടം പോലെ കരുതാം. ഭൂപടം. അതെ. നമ്മൾ എവിടെയാണിപ്പോൾ നിൽക്കുന്നത് അതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. എങ്ങോട്ടാണ് എത്തേണ്ടത് അതാണ് ഗോൾ സ്റ്റേറ്റ്. ഓക്കെ. ഇതിനിടയിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാവാം, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ്, പിന്നെ ഓരോ സ്റ്റെപ്പിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിനെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഇതെല്ലാം ചേർന്നതാണ് ഈ പ്രോബ്ലം സ്പേസ്. അപ്പോ ഈ ഭൂപടത്തിലൂടെ ലക്ഷ്യത്തിലേക്ക്, ആ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താൻ GPS ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രം എന്താണ്? അവിടെയാണ് മീൻസ് ആൻഡ് അനാലിസിസ് വരുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട ഹ്യൂറിസ്റ്റിക് ആണ്. ഹ്യൂറിസ്റ്റിക്, അതായത് കുറുക്കുവഴി പോലും. ഒരു തരം കുറുക്കുവഴി അല്ലെങ്കിൽ ഒരു പൊതുവായ തന്ത്രം എന്ന് പറയാം. ഇതിന് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ അവസ്ഥയും നമുക്കെത്തേണ്ട ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക എന്നതാണ്. വ്യത്യാസം കുറയ്ക്കുക. അതെ, അതിങ്ങനെ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കും. എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം കുറയ്ക്കാൻ എന്ത് ഓപ്പറേറ്റർ അഥവാ പ്രവർത്തനം ഉപയോഗിക്കാം? അത് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ. പലപ്പോഴും ഇതിനുവേണ്ടി വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ ഉപലക്ഷ്യങ്ങളായി സബ് ഗോൾസ് തിരിക്കേണ്ടി വരും. ആഹാ, ശരിയാണ്. നമ്മളൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോഴൊക്കെ അതിനെ ചെറിയ ടാസ്കുകളായി തിരിക്കാറില്ലേ, അതുപോലെ? അതേപോലെ തന്നെ ആ വ്യത്യാസം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്ന് അവസാനം ലക്ഷ്യത്തിലെത്തുന്നു. അപ്പൊ ലക്ഷ്യവും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള ആ ഒരു വിടവ് നികത്തി വരികയാണ്. അതെ. ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് രീതിയിൽ തന്നെയല്ലേ വിക്കൽഗ്രന്റെ ചില പൊതുവായ പ്രശ്നപരിഹാര തന്ത്രങ്ങളും വരുന്നത്? അതെ, വിക്കൽഗ്രൻ ഈ പ്രോബ്ലം സ്പേസിലെ സ്റ്റേറ്റ് ആക്ഷൻ ട്രീ എന്ന ആശയമൊക്കെ ഉപയോഗിച്ച് ശരിയായ പരിഹാരത്തിലേക്ക് എത്താനുള്ള ചില പൊതുവായ തന്ത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇൻഫറൻസ്. അതായത്, നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, സാധ്യമായ പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നൊക്കെ യുക്തിപരമായി ചില നിഗമനങ്ങളിലെത്തുന്നത്. ലോജിക്കൽ ഡിഡക്ഷൻസ് പോലെ. അതെ. ഇതൊക്കെ നമ്മുടെ മനസ്സാകുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങൾ പോലെ കണക്കാക്കാം. അപ്പോ നോക്കുമ്പോൾ പ്രശ്നപരിഹാരത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട വഴികളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതെ. ഒന്ന്, അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത രീതി. പിന്നെ പ്രശ്നത്തിന്റെ ഘടനയ്ക്കും ആ ആഹാ മൊമെന്റിനും പ്രാധാന്യം നൽകുന്ന ഗെസ്റ്റാൾട്ട് രീതി. പിന്നെ ചിന്താപ്രക്രിയയെ ഒരു കമ്പ്യൂട്ടർ പോലെ കണ്ട് വിവരവിശകലനത്തിന് ഊന്നൽ നൽകുന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് രീതി. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലക്ക് നിങ്ങൾ ഈ വ്യത്യസ്ത സമീപനങ്ങൾ അറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ ആ പ്രശ്നത്തെ സമീപിക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ഒരുപക്ഷേ ആ സാഹചര്യത്തിൽ ഏത് സിദ്ധാന്തത്തിന്റെ കാഴ്ചപ്പാടാണ് കൂടുതൽ യോജിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും ഒന്നു മാത്രം ശരിയെന്നല്ലോ. ഒരിക്കലുമല്ല. ഇവയൊന്നും പരസ്പരം ഒഴിവാക്കുന്നവയല്ല. മറിച്ച് ഇവയെല്ലാം ചേർന്ന് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് കൂടുതൽ ഒരു സമ്പൂർണമായ ചിത്രം നൽകുന്നു എന്ന് പറയാം. അതൊരു നല്ല പോയിന്റാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിൽ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പോൾ അതിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ഉപയോഗിക്കുന്നത് ഒരുപക്ഷേ ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളിൽ ഏതിലെ തന്ത്രങ്ങളായിരിക്കും? വെറുതെ പലതുമൊന്ന് ശ്രമിച്ചു നോക്കുന്ന ട്രയൽ ആൻഡ് എറർ രീതിയാണോ? അതോ ആ പ്രശ്നത്തെയൊന്ന് മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഗെസ്റ്റാൾട്ട് രീതിയാണോ? അല്ലെങ്കിൽ കാര്യങ്ങളെ ഘട്ടം ഘട്ടമായി അനലൈസ് ചെയ്യുന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് രീതിയാണോ? ഇതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കുമല്ലോ.